നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്ന് യൂട്യൂബാണ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ യൂട്യൂബിനകത്ത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത് ഷോർട്സ് വീഡിയോകളാണ്. ഷോർട്ട് വീഡിയോകളിലാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓരോ വീഡിയോ കഴിഞ്ഞ് തീരുമ്പോഴും ആ വീഡിയോയുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോ കാണും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഒരു ദിവസം തന്നെ നമ്മൾ കുറേ സമയം യൂട്യൂബിനകത്ത് സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂട്യൂബിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ ആ സെറ്റിങ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബ് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബിലെ സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ യൂട്യൂബ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാനത് കാണിച്ചുതരാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്നത്. ഈ കാണുന്ന പ്രൊഫൈൽ വലതു ഭാഗത്തുള്ള ഈ പ്രൊഫൈലിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ഐക്കൺ കാണും. ഈ വലതു ഭാഗത്തുള്ള ഈ സെറ്റിങ്സിനകത്ത് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും 2 മണിക്കൂറും 12 മിനിറ്റും ഞാനിവിടെ ആവറേജ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏകദേശം 49% ഈ അവസാന ആഴ്ചയിൽ 49% ഞാൻ യൂട്യൂബ് ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഗ്രാഫ് ഇവിടെ കാണാൻ സാധിക്കും. ഓർക്കുക, താഴെ ഭാഗത്തേക്ക് നോക്കുക, ടുഡേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ടുഡേ എന്ന് കാണുന്ന ഭാഗത്ത് നോക്കുക 23 മിനിറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര സമയം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലേക്ക് യൂട്യൂബ് കൊടുക്കുമ്പോൾ അവർ എത്ര സമയം യൂട്യൂബ് ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്ര സമയം യൂട്യൂബിനകത്ത് സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ടുഡേ എന്ന് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കുക, ലാസ്റ്റ് 7 ഡേയ്സ് എന്നുള്ള ഭാഗത്ത് നോക്കുക. അവസാനത്തെ ഒരാഴ്ച നമുക്ക് 15 മണിക്കൂറും 21 മിനിറ്റും ഞാൻ യൂട്യൂബ് ഉപയോഗിച്ചെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ കുറച്ച് കൺട്രോൾ സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അനിയന്ത്രിതമായിട്ട് നമ്മൾ ഒരു വീഡിയോ കാണും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് പോകും. സമയം പോകുന്ന അറിയില്ല. അത് കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റിമൈൻഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. താഴെ ഭാഗത്തേക്ക് നോക്കുക. ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം റിമൈൻഡ് മീ വെൻ ഇറ്റ് ഈസ് ബെഡ് ടൈം എന്നുള്ള ഓപ്ഷൻ. രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം നമുക്ക് പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. ഇവിടെ കാണാം യൂസ് കസ്റ്റം ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും കാണും. അപ്പോൾ സ്റ്റാർട്ട് ടൈം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു രാത്രി 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം എൻഡ് ടൈം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എപ്പോഴാണ് രാവിലെ 6 മണിക്കാണോ അല്ലെങ്കിൽ 5 മണിക്കാണോ നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ സെറ്റ് ചെയ്ത സമയമാകുമ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലറായി പോകും. പിന്നെ നമുക്ക് യൂട്യൂബ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. രാത്രി കിടന്നു തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ട് സമയം ഒരുപാട് കളയുന്നതിന് നമുക്ക് ഈ ഒരു ബെഡ് ടൈം മോഡ് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയം നമുക്ക് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. തുടർന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ കാണാം റിമൈൻഡ് മീ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് രാത്രിയല്ല, ഇത് ഏത് സമയത്തും നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഒരു ദിവസം നമ്മൾ ഇരുന്നങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് വേണം. അതായത് നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ സമയം അറിയാതെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അങ്ങ് എക്സിറ്റ് ആയി പോകും. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് ആയി പോകും. അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോകും. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണാൻ. എവരി 30 മിനിറ്റ് എന്ന് കാണും. ഓരോ 30 മിനിറ്റിലും നമ്മുടെ യൂട്യൂബ് എക്സിറ്റ് ആയി പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ 45 മിനിറ്റ്, അതുപോലെ തന്നെ എവരി 1 അവർ എന്ന് കാണാൻ സാധിക്കും. ഒരു മണിക്കൂർ സമയം. ഇത് നമ്മൾ എവരി 1 അവർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സമയം നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ പിന്നെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മണിക്കൂർ പൂർത്തിയാകുമ്പോൾ അങ്ങ് എക്സിറ്റ് ആയി പോകും. പിന്നെ രണ്ടാമത് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വരണം. നമുക്ക് റിമൈൻഡറാണ്, നമുക്ക് യൂട്യൂബ് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഇത്ര സമയം യൂട്യൂബ് സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയിച്ചു തരാനും. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് നോക്കുക, കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക സമയം സെറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് എനിക്കൊരു 15 മിനിറ്റ് മതി എന്നാണെങ്കിൽ ഇവിടെ മുകളിലായിട്ട് കാണാം ഹവേഴ്സും മിനിറ്റും കാണാൻ സാധിക്കും. 15 മിനിറ്റ് ആകുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് എക്സിറ്റ് ആവും. അപ്പോൾ നമുക്കൊരു ടൈം ഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബ് തന്ന സമയം നമുക്ക് സെലക്ട് ചെയ്യാനോ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക ഡെയിലി ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ കാണുന്ന ആളുകളാണ് കൂടുതലും. പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊക്കെ ഷോർട്ട് വീഡിയോ ഒരുപാട് ഷോർട്സ് വീഡിയോ കാണും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഷോർട്ട് വീഡിയോ അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഷോർട്സ് വീഡിയോകൾ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സെറ്റിങ്സാണ് ഏറ്റവും അവസാനത്തത് ഡെയിലി ലിമിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. ഇത് ഷോർട്സ് വീഡിയോ ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സമയം ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ തന്നിരിക്കുന്ന സമയത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ റീൽസ് കണ്ടാൽ മതി, ഷോർട്സ് കണ്ടാൽ മതിയെങ്കിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്ത്
നമ്മൾ ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുത്താൽ 1 മണിക്കൂറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 മണിക്കൂർ പൂർത്തിയായാൽ യൂട്യൂബ് അങ്ങ് എക്സിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് അനിയന്ത്രിതമായിട്ട് യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂട്യൂബിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.